എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് സർക്കാർ ജോലി. ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നമ്മളെ അലട്ടുന്ന പ്രശ്നം സമയമില്ലായ്മയും സാഹചര്യമില്ലായ്മയുമാണ്. ഈ പ്രശ്നങ്ങൾ ഒരിക്കലും ഒരു വിദ്യാർത്ഥിയുടെ സ്വപ്നങ്ങൾക്ക് തടസ്സമാവരുത് എന്ന ലക്ഷ്യത്തോടുകൂടി എവിടെ വെച്ചും എപ്പോ വേണമെങ്കിലും പഠിക്കാം എന്നുള്ള ആശയവുമായി വിൻ മാസ്റ്റർ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. ഈ ലോഞ്ചിങ് സെറമണി നമുക്കൊരു പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കാം. I request all of you to please stand up for the prayer. പബ്ലിക് റിലേഷൻസ് ഓഫീസർ ഷാജു മലയിൽ 4 വർഷത്തോളമായി വിൻ സെന്ററിന്റെ പ്രവർത്തനങ്ങളെ പൊതുസമൂഹത്തിൽ എത്തിക്കുന്നതിലും മറിച്ച് വിദ്യാഭ്യാസത്തിനു ശേഷം ഇനി എന്ത് എന്ന് ചിന്തിക്കുന്നവരെ നിരവധി വിദ്യാർത്ഥികളെ ശരിയായ പാതയിൽ എത്തിക്കുകയും ചെയ്യുന്ന ഇദ്ദേഹത്തിന്റെ പങ്ക് വളരെ വലുതാണ്. വളരെ സന്തോഷത്തോടു കൂടി നമ്മുടെ സ്വന്തം ഷാജുവേട്ടനെ സ്വാഗത പ്രസംഗത്തിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വിൻ സെന്ററിനെ സംബന്ധിച്ച് ഇത് സ്നേഹത്തിൻ്റെ ഒരു ദിവസമാണ്. വളരെ കാലങ്ങളുടെ പ്രയത്നത്തിൻ്റെ ഒരു ഫലപ്രാപ്തി ഇന്ന് സമ്പൂർണ്ണമാവുകയാണ്. ആയതിൻ്റെ വിൻമാസ്റ്റർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ്റെ ലോഞ്ചിങ് സെറിമണിയാണ് നമ്മൾ ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അത് വളരെ അഭിമാനത്തോടു കൂടിയാണ് ഞങ്ങൾ ലോകസമക്ഷം അവതരിപ്പിക്കുന്നത്. ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടന വേദിയിലേക്ക് വന്നിട്ടുള്ള മുഴുവൻ അഭ്യുദയകാംക്ഷികളെയും ഞാൻ ആദ്യമേ സ്വാഗതം ചെയ്യട്ടെ. എന്നും വിൻസെന്ററിന്റെ ഊർജ്ജസ്വലമായ ഒരു സാന്നിധ്യമാണ് നമ്മുടെ സന്തോഷ് മാസ്റ്റർ. സന്തോഷ് മാസ്റ്ററാണ് ഇന്നത്തെ ഈ വേദിയുടെ അധ്യക്ഷൻ. അദ്ദേഹത്തെ ഹാർദവമായി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും അനുഗ്രഹീതമായൊരു സാന്നിധ്യം നല്ല സമയത്ത് തന്നെ വന്നു ചേരുകയാണ്. നമ്മുടെ ലിയോണ വന്നു ചേർന്നിട്ടുണ്ട്. ഏറ്റവും വിശിഷ്ടമായൊരു സാന്നിധ്യത്തെ ലിയോണയാണ് ഇന്നത്തെ നമ്മുടെ ചീഫ് ഗസ്റ്റ്, മുഖ്യാതിഥി. അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പിന്നെ എന്നും വിൻസെന്റർ അഭിമാനങ്ങളായിട്ടുള്ള ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. വിൻസെന്ററിൽ നിന്ന് പഠിച്ചിറങ്ങിപ്പോയി ഉദ്യോഗത്തിലേക്ക് കയറിയ ഒരുപാട് വിദ്യാർത്ഥി സമൂഹം ഇന്ന് ഞങ്ങളുടെ അഭിമാനങ്ങളായി നിലനിൽക്കുകയാണ്. അതിൽ പേരെടുത്ത് പറയാൻ ഒരുപാട് ആളുകളുണ്ടെങ്കിലും 5000-ൽ പരം ആളുകളുണ്ടെങ്കിലും വളരെ
വിരലിലാവുന്ന ആളുകളാണ് ഇന്നിവിടെ സന്നിഹിതരായിട്ടുള്ളത്. അതിലേറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ഗിവിനെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പേരെടുത്ത് പറയാൻ ഇനിയും ഒരുപാട് ആളുകളുണ്ട്. ഞങ്ങളെല്ലാവരോടും ചോദിച്ചു ആശംസ പറയാൻ ആർക്കൊക്കെ സമ്മതമാണ് എന്ന്. ഒരുപാട് ആളുകൾ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എല്ലാവരെയും ഈ വേദിയിലേക്ക് ഒരു ആശംസ പറയാനായിട്ട് ക്ഷണിക്കാൻ കഴിയില്ല. എല്ലാവരും വളരെ അഭിമാനത്തോടു കൂടി തന്നെ സമ്മതം പറഞ്ഞവരാണ് എല്ലാവരും. എങ്കിലും ഞാൻ ലിജു സാറിനെ വേദിയിലേക്ക് ഹാർദവമായി ക്ഷണിക്കുകയാണ്. സുശീൽ സാറ് ഇവിടെ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സുശീൽ സാറിനെയും ഞാൻ ഹാർദവമായി ക്ഷണിക്കുന്നു. അങ്ങേയറ്റം വളരെ ഊഷ്മളമായ ഈ വേദി ധന്യമാക്കുന്നതിന് വേണ്ടി സന്നിഹിതരായിട്ടുള്ള ഈ പൊതുസമൂഹത്തെ മുഴുവൻ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയും ഇതിൻ്റെ പിന്നാമ്പുറകൾ പ്രവർത്തിച്ചിട്ടുള്ള ഞങ്ങളുടെ വിൻ സെൻ്ററിൻ്റെ എല്ലാ ടീം അംഗങ്ങളെയും അഭ്യുതകാംക്ഷികളെയും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. It's my immense pleasure to say about our MD and Chief Trainer Santosh sir. നമ്മൾ എല്ലാവരും സ്വപ്നം കാണുന്നവരാണ്. എന്നാൽ സ്വപ്നങ്ങൾക്ക് പിറകെ പറക്കാൻ സ്വന്തം ചിറക് നെയ്തവർ നമ്മൾക്കിടയിലുണ്ട് എന്ന് പറഞ്ഞാൽ അത് സന്തോഷ് സാറിനെ കുറിച്ച് ഒരു അതിശയോക്തിയാവുകയില്ല. 10 വർഷങ്ങൾക്ക് മുൻപ് ഒരൊറ്റ മുറിയിൽ സ്വയം പരിമിതികളെ തരണം ചെയ്തുകൊണ്ട് വിരലിൽ എണ്ണാവുന്ന വിദ്യാർത്ഥികളുടെ ഒരു സർക്കാർ ജോലി എന്ന സ്വപ്നത്തിന്റെ സാക്ഷാത്കാരം നൽകി. പക്ഷേ അതൊന്നും ഒരിക്കലും അദ്ദേഹത്തിന്റെ സ്വപ്നത്തിന്റെ പൂർത്തീകരണമായിരുന്നില്ല. മികച്ച അധ്യാപകൻ എന്നതിലുപരി തനിക്ക് മുൻപിൽ എത്തുന്ന ഓരോ ഉദ്യോഗാർത്ഥികളുടെയും പഠന നിലവാരത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും അളവറിഞ്ഞ് അവരെ ലക്ഷ്യപാതയിൽ എത്തിക്കുക എന്ന മഹത്തായ ജോലി തന്റെ കർമ്മമായി ഏറ്റെടുത്തു. ഇന്ന് 10 വർഷങ്ങൾക്കിപ്പുറം വിദ്യാർത്ഥിയെ ക്ലാസ് മുറിയിൽ നിന്ന് പര്യാപ്തരാക്കുക എന്ന കീഴ്വഴക്കത്തിൽ നിന്ന് സ്വന്തം വിരൽത്തുമ്പിലൂടെ മത്സര പരീക്ഷാ രംഗത്തെ വലിയൊരു ലോകത്ത് എത്തിച്ചേരാം എന്ന് കാണിച്ചു കൊടുക്കുന്ന വിൻ മാസ്റ്റർ നിങ്ങളുടെ മുന്നിൽ എത്തുകയാണ്. I invite our MD and Chief Trainer, Mr. C.B. Santosh, for the presidential address. വളരെ സന്തോഷമുണ്ട്. ഇന്നേ ദിവസം ഇത്രയധികം ആളുകൾ ഇവിടെ എത്തിച്ചേരുമോ എന്നുള്ള കാര്യത്തിൽ വളരെ സംശയമായിരുന്നു. കാരണം എല്ലാവരും വ്യത്യസ്തമായ രീതികളിൽ പല തിരക്കുകളിലും പെട്ട് നടക്കുന്ന ആളുകളാണ്. ഞങ്ങളെ സംബന്ധിച്ച് എല്ലാവരെയും ക്ഷണിക്കുക എന്നുള്ളത് പോലും എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അവസാനം വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും ഒക്കെയാണ് എൻ്റെ പ്രിയ ഉദ്യോഗാർത്ഥികളെ വിദ്യാർത്ഥികളെ ക്ഷണിക്കാൻ സാധിച്ചത്. യാതൊരു പരിഭവവും പറയാതെ നേരിട്ട് വിളിക്കാതെ തന്നെ എത്രയധികം ആളുകളാണ് ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് എന്നുള്ളത് കാലകാലങ്ങളായി വിൻ സെന്ററിനോട് നിങ്ങൾ കാണിക്കുന്ന ആ സ്നേഹം തന്നെയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. വളരെ സന്തോഷം. എല്ലാവരും ആദ്യമേ തന്നെ എത്തിച്ചേർന്നതിന് ആദ്യമേ തന്നെ അറിയിക്കട്ടെ. 2008 മെയ് മാസത്തിലെ ഒരു സൺഡേ ആണ്, 2ാമത്തെ സൺഡേ ആണ് നമ്മൾ ഈ സ്ഥാപനം ആരംഭിക്കുന്നത്. വളരെ എളിയ രീതിയിൽ ആരംഭിക്കുന്നു. അതിന് കാരണമായത് അല്ലെങ്കിൽ എനിക്ക് പ്രചോദനമായത് ഇന്ന് ഇവിടെ ആളുണ്ട്, അഭിലാഷ്. ഒരുപക്ഷെ അഭിലാഷാണ് അതിന് സ്റ്റാർട്ടിങ് കൊടുത്തത്. അഭിലാഷ് എൻ്റെ അടുത്ത് നിർബന്ധിക്കുമായിരുന്നു, സാറ് സർക്കാർ സർവീസിലാണ്, അങ്ങനെ ഇരുന്നാൽ പോരാ, ഒരുപാട് പേർക്ക് ജോലിക്ക് കയറാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കണം, ഒരു ക്ലാസ് തുടങ്ങണം, വിദ്യാർത്ഥികൾ ഞങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് അതിനുവേണ്ട എല്ലാ ശ്രമവും എടുത്തുകൊണ്ട് തുടക്കമിടാനായിട്ട് വന്നത് അഭിലാഷായിരുന്നു. അന്ന് ഇന്ന് ഇവിടെ അദ്ദേഹം വന്നിട്ടുണ്ട്. അദ്ദേഹം ഞാനും കണ്ടുമുട്ടിയില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഇവിടെ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ തന്നെ നടക്കില്ലായിരുന്നു എന്നുള്ളതാണ്. അവിടെ നിന്ന് മുതൽ ഇന്ന് വരെ ഈ സ്ഥാപനത്തെ
മുന്നോട്ട് നയിച്ചത് നമ്മുടെ വിദ്യാർത്ഥികൾ തന്നെയാണ് എന്ന് പറയണം. അവർ തന്നെയായിരുന്നു നമ്മുടെ എല്ലാ രീതിയിലുമുള്ള സപ്പോർട്ട്. 2008 കേവലം 5 വിദ്യാർത്ഥികളുമായിട്ടാണ് നമ്മളത് സ്റ്റാർട്ട് ചെയ്തത്. ഒരു ചെറിയ റൂമിലായിരുന്നു, വെസ്റ്റ് ഫോർട്ടിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. തൊട്ടടുത്ത ആഴ്ചയിൽ കുട്ടികളുടെ എണ്ണം കൂടി, ഇരിക്കാൻ സ്ഥലമില്ല, ചെയറില്ല. തൊട്ടടുത്ത വീട്ടിൽ നിന്ന് ചെയർ കൊണ്ടുവന്നിട്ടാണ് ഇരുന്നാണ് അന്ന് ക്ലാസ്സിലെ എല്ലാവരും പങ്കെടുത്തത്. തൊട്ടടുത്ത സൺഡേയിൽ ഒരുപാട് ആളുകൾ പിന്നെയും വന്നു. അവിടെ നിൽക്കാൻ പോലും സ്ഥലമില്ല. ലൈവായി അവിടെ നിന്ന് തന്നെ ഒരു ഹോട്ടൽ റൂം എടുത്തുകൊണ്ട് കുറച്ച് വാഹനങ്ങളൊക്കെ വിളിച്ച് എല്ലാവരെയും കൊണ്ട് അവിടെ പോയാണ് 3ാമത്തെ ആഴ്ച ക്ലാസ് നടന്നത്. ഇതതിൻ്റെ ചരിത്രമാണ്. അവിടെ നിന്ന് അങ്ങോട്ട് വൻ പുരോഗതി തന്നെയാണ് ഉണ്ടായത് എന്ന് പറയാതെ വയ്യ. ഓരോ ആഴ്ചയിലും വലിയ മാറ്റങ്ങളോടുകൂടെ ഇത് കൊണ്ടുപോകാൻ സാധിച്ചു. അന്ന് ഒരു തരത്തിൽ വൺ മാൻ ഷോ ആയിരുന്നു, ഒറ്റയ്ക്കായിരുന്നു കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. കൃത്യമായ രീതികളൊന്നും ഉണ്ടായിരുന്നില്ല, ഫീസൊന്നും കൃത്യമായി കളക്ട് ചെയ്യാറുണ്ടായിരുന്നില്ല. സ്റ്റുഡൻസ് തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇങ്ങനെ പോയാൽ ശരിയാവില്ല, ഫീസൊക്കെ വാങ്ങിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ തന്നെയാണ് പിന്നെ ഫീസ് കളക്ട് ചെയ്യാനും തുടങ്ങിയത് എന്നുള്ളത് ഈ ഘട്ടത്തിൽ ഞാൻ ഓർക്കാം. ജയനൊക്കെയാണ് അതിനൊന്ന് നേതൃത്വം കൊടുത്തത്. ജയൻ ഇവിടെ വന്നിട്ടുണ്ടാകും, വരുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പതിയെ 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 ഇതിന്റെ വളർച്ച ആരംഭിച്ചു. ഞാനൊക്കെ സ്വപ്നം കണ്ടതിന്റെ അപ്പുറത്തേക്ക് ഇത് എത്തി. ഒരുപാട് പേര് ഇന്ന് സർക്കാർ സർവീസിൽ എത്തിയിട്ടുണ്ട്. അവരിലെ കുറെ പേരൊക്കെ ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വളരെ സന്തോഷമാണ്. ഒരു ജോലി എന്ന് പറയുന്നത് നമ്മുടെ ഒക്കെ വലിയ സ്വപ്നമാണ്. ഒരിക്കൽ എൻ്റെയും വലിയ സ്വപ്നമായിരുന്നു ഒരു സർക്കാർ ജോലി കിട്ടുക എന്ന് പറയുന്നത്. ജീവിതത്തിൽ വളരെ സേഫ്റ്റി, ഒരു സുരക്ഷിതത്വം നമുക്ക് അനുഭവപ്പെടുക എന്ന് പറയുന്നത് ഒരു നല്ല ജോലി കിട്ടുമ്പോൾ തന്നെയാണ്. പക്ഷേ അങ്ങനെ കിട്ടിയാൽ മാത്രം പോരാ, ആ ജോലി ആസ്വദിച്ച് ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. അവിടെയാണ് നമുക്ക് വിജയിക്കാനാവുക. പണ്ട് തൊട്ടേ ട്യൂഷൻ ഫീൽഡിലൊക്കെ നിന്നിട്ടുണ്ടായിരുന്ന എന്നെ സംബന്ധിച്ച് അധ്യാപന ജോലിയോടായിരുന്നു താല്പര്യം. അതുകൊണ്ട് തന്നെ ജോലി കിട്ടിയതും, എനിക്ക് സർക്കാർ ജോലി കിട്ടിയതും ഇൻസ്ട്രക്ടറായിട്ടാണ്, ITL ഇൻസ്ട്രക്ടറായിട്ടാണ്. വളരെ സന്തോഷമായിരുന്നു. പക്ഷെ പിന്നീട് പ്രൊമോഷനൊക്കെ ആയപ്പോൾ അധ്യാപന ജോലി ഇല്ല എന്നുള്ള ഘട്ടം വന്നപ്പോഴാണ് ഞാൻ പൂർണ്ണമായും ജോലിയൊക്കെ വേണ്ടെന്ന് വെച്ച് ഇങ്ങനെയുള്ളൊരു പ്രസ്ഥാനത്തിലേക്ക് എടുത്തു ചാടുന്നത്. എനിക്കറിയാം, എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളും സഹപ്രവർത്തകരും കുറെ പേര് എന്നോട് പറഞ്ഞത്, ഇത് വലിയ വിഡ്ഢിത്തമാണല്ലോ, ഇത് അബദ്ധമല്ലേ, ഒരു സർക്കാർ ജോലി വേണ്ടെന്ന് വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പ്രസ്ഥാനത്തിലേക്ക് ചാടുന്നത് എന്ത് കണ്ടിട്ടാണ്? എങ്ങനെ ഇത് വിജയിക്കും? എന്താണ് ഉറപ്പ്? എത്രയോ ട്യൂഷൻ സെന്ററുകൾ, കോച്ചിങ് സെന്ററുകൾ വന്നും പോയിക്കൊണ്ടിരിക്കുന്നു, എത്ര എണ്ണം നിലനിൽക്കുന്നുണ്ട് എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അന്ന് ആദ്യമൊക്കെ ഒന്ന് മനസ്സ് പതറിയെങ്കിലും പക്ഷെ ഞാൻ അങ്ങോട്ട് തീരുമാനിച്ചു, എനിക്ക് ഉറപ്പുണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഫീൽഡിൽ തന്നെ എനിക്ക് നിൽക്കണം. എൻ്റെ മനസ്സ് എന്താണ് എന്നോട് ആവശ്യപ്പെടുന്നത് അത് ചെയ്യണം, എങ്കിലേ നമുക്കൊരു സ്വസ്ഥതയുണ്ടാവുകയുള്ളൂ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഉറപ്പിച്ച് ഒരു തീരുമാനമെടുക്കുകയായിരുന്നു. ഇങ്ങനെ തന്നെ വേണം, ഈ പ്രസ്ഥാനവുമായിട്ട് മുന്നോട്ട് പോകണം. ആ ഘട്ടത്തിൽ ഞാൻ വേറെ ഒന്നും നോക്കിയില്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരുപാട് പരാജയങ്ങൾ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. സാമ്പത്തികമായിട്ടോ ഭാവിയിൽ പെൻഷൻ കിട്ടുന്ന കാര്യങ്ങളോ ഇതൊക്കെ എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് വരാം. എങ്കിലും ഒരുപാട് പേരെ അവരാഗ്രഹിക്കുന്ന, സ്വപ്നം കാണുന്ന സർക്കാർ ജോലിയിലേക്ക് എത്തിക്കാൻ ഞാൻ വിചാരിച്ചാൽ സാധിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ആ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അന്ന് അഭിലാഷായി തുടങ്ങി വെച്ച ആ ഒരു പ്രസ്ഥാനം ഞാൻ സജീവമായി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് തീരുമാനിക്കുന്നത്. ഇന്ന് 2019 ഈ ജനുവരി 12 എത്തി നിൽക്കുമ്പോൾ ഞാൻ കൈക്കൊണ്ട ആ തീരുമാനം തെറ്റായി എന്ന് എനിക്ക് ഇന്നേ വരെ തോന്നിയിട്ടില്ല. അത് പൂർണ്ണമായും വിജയിച്ചു എന്ന് എന്നെ ബോധ്യപ്പെടുത്തി തന്നത് ഉദ്യോഗം നേടി വിജയം കൈവരിച്ച എൻ്റെ മുന്നിലിരിക്കുന്ന ഈ വിദ്യാർത്ഥികൾ തന്നെയാണ്. അവരാണ് എനിക്ക് എന്നും കരുത്തായിട്ടുള്ളത്. ഞാൻ എടുത്ത തീരുമാനം പെർഫെക്റ്റ് ആയിരുന്നു എന്ന് അവര് ദിവസേന തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്ക് ഒരു ജോലിയല്ല കിട്ടുന്നത്, ഒന്ന് കഴിഞ്ഞ് മറ്റൊന്ന്.
ഇപ്പോൾ എനിക്ക് വരുന്ന ഫോൺ കോളുകളിൽ ഏറ്റവും കൂടുതൽ ഏത് ജോലി സെലക്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഒരു ജോലിയിൽ ഇരിക്കെ മറ്റൊരു ജോലി കിട്ടുന്നു, അത് കഴിഞ്ഞ് വേറെ ജോലി കിട്ടുന്നു. ഏതാണ് നല്ലത്, ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് നല്ലത്, ഏതിൽ തുടരുന്നതാണ് നല്ലത്, ഏതിനാണ് സ്വസ്ഥത ഉണ്ടാവുക എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് കോളുകൾ വരുമ്പോൾ മനസ്സിന് അത് വളരെയധികം സന്തോഷം. ഇന്ന് PWD, ഇറിഗേഷൻ വാട്ടർ അതോറിറ്റി, ITA, അതുപോലെ തന്നെ വ്യത്യസ്തമായ ഡിപ്പാർട്ട്മെന്റുകളിൽ മുഴുവൻ വിൻസെന്ററിലെ ഉദ്യോഗാർത്ഥികൾ ഉണ്ട്. അവരവിടെ സ്റ്റാഫായിട്ടുണ്ട് എന്നുള്ളതിൽ വളരെ സന്തോഷം. ചില വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി സർക്കാർ ഓഫീസിൽ കയറുമ്പോൾ അവിടെയും ഉണ്ട് നമ്മുടെ വിദ്യാർത്ഥികളുണ്ട്. അവർ ഓടി വരാറുണ്ട്, സഹായിക്കാറുണ്ട് എന്ന് കാണുമ്പോൾ ഇതിൽ കൂടുതൽ വേറെ ഒന്നും എനിക്ക് നേടാനില്ല എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ 9 വർഷം മുമ്പ് തന്നെ അകലെയുള്ള ഉദ്യോഗാർത്ഥികൾ നേരിട്ട് വന്ന് പഠിക്കാനായിട്ട് പറ്റാത്തവരെ സംബന്ധിച്ച് അവർക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഓൺലൈനായിട്ട് പുതിയ ടെക്നോളജികൾ നമ്മൾ ഈ മേഖലയിൽ ഉപയോഗപ്പെടുത്തണം എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് അതിനെക്കുറിച്ച് പ്രയത്നിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇന്ന് കാണുന്ന വിൻമാസ്റ്റർ എന്ന് പറയുന്നത് 9ാമത്തെ സ്റ്റെപ്പാണ് ഈ ഘട്ടത്തിൽ. അതിനു മുമ്പ് 8 സ്റ്റെപ്പുകൾ വേറെ എടുത്തിരുന്നു. ആദ്യം എടുത്ത ചില സ്റ്റെപ്പുകൾ പരാജയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതൊക്കെ എടുക്കുമ്പോൾ ആ ഘട്ടത്തിൽ ഞാൻ വിചാരിച്ചിരുന്നത് ഇത് വിജയം തന്നെയാണ്. കാരണം കുട്ടികൾ സഹകരിക്കുന്നുണ്ടായിരുന്നു. പറഞ്ഞു വന്നത് വീഡിയോസിനൊന്നും അത്ര ക്വാളിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല, ആദ്യം ഓഡിയോ അത്ര ക്വാളിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അന്ന് എന്നെ സംബന്ധിച്ച് അതാണ് ഏറ്റവും വലുത് എന്നുള്ള ധാരണയായിരുന്നു. പക്ഷെ പിന്നീട് മനസ്സിലായി ഇത് പോരാ. ഓരോ ഘട്ടത്തിലും ഞങ്ങൾ മാറാനായിട്ട് ചിന്തിച്ചു, മാറിക്കൊണ്ടിരുന്നു. ഉണ്ടായിരുന്ന സംവിധാനങ്ങളൊക്കെ ഉപേക്ഷിച്ചു, പുതിയതിലേക്ക് എടുത്തു ചാടി. ഒരുപാട് ഫണ്ട് അതിനുവേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഈ വിൻമാസ്റ്ററിന്റെ ഈ ലോഞ്ചിങ് സെറമണിയിൽ പങ്കെടുക്കുമ്പോൾ അഭിമാനം മാത്രമേ ഉള്ളൂ. കാരണം സ്വപ്നം കണ്ടതിനപ്പുറത്ത് ഇത് വിജയത്തിലെത്തിക്കാൻ സാധിച്ചു കഴിഞ്ഞു. ഇന്ന് ലോഞ്ചിങ് സെറമണി ആണെങ്കിൽ പോലും 1 മാസം മുമ്പേ ഞങ്ങൾ ഇതിന്റെ ബീറ്റാ വേർഷൻ എന്ന് പറഞ്ഞ് ഇറക്കിയിരുന്നു. ഇന്ന് ഈ വിൻമാസ്റ്ററിൽ 1000-ലധികം സ്റ്റുഡൻസ് എൻറോൾ ചെയ്ത് കഴിഞ്ഞു എന്ന് പറയുന്നത് തന്നെ ഇതിന്റെ വൻ വിജയമാണ്. ഇന്നാണ് ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് എങ്കിൽ പോലും ഇപ്പോൾ തന്നെ ഇതിനകത്ത് ഈ സമയവും നമ്മുടെ ഈ പ്രോഗ്രാം നമ്മുടെ കോഴ്സുകളിലൂടെ ലൈവായിട്ട് അവരെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ സിവിൽ എഞ്ചിനീയറിംഗിലെ എന്നെ പഠിപ്പിച്ച എൻ്റെ ഗുരുക്കന്മാരെയൊക്കെ സ്നേഹപൂർവ്വം ഓർക്കുകയാണ്. അവരില്ലെങ്കിൽ ഞാനുമില്ല. എനിക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും അതെൻ്റെ ഗുരുക്കന്മാരിൽ നിന്നാണ്. ഞാൻ ഡിപ്ലോമയായിരുന്നു, MTA പഠിച്ചത്. 96-99 ബാച്ചിലായിരുന്നു. BTech ഒക്കെ പാർട്ട് ടൈം ആയിട്ട് പിന്നീടാണ് പോയത്. അന്ന് പഠിപ്പിച്ച എൻ്റെ അധ്യാപകരെയൊക്കെ ഞാനിപ്പോൾ ഈ ഘട്ടത്തിൽ സ്നേഹപൂർവ്വം ഓർക്കുന്നു. രാധാകൃഷ്ണൻ സാർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇവിടെ ഇന്ന് എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എപ്പോഴെങ്കിലും എത്തും, ആളെ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആൾ വരും. അത്രയും സ്നേഹമാണ്. ഷിയർ ഫോഴ്സ്, ബെൻഡി മൂവ്മെന്റ്, സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്കറിയാം ഇതൊക്കെ എന്താണ് എന്ന് എനിക്ക് മനസ്സിലാക്കി തന്ന ആളാണ് അദ്ദേഹം. സരള ടീച്ചർ, ഒരുപാട് പേരുണ്ട്. ഇവരെയൊക്കെ ഈ ഘട്ടത്തിൽ നന്ദിപൂർവ്വം ഓർക്കാണ്. എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമല്ല സിവിൽ എഞ്ചിനീയറിങ്ങിന് പോയി ചേർന്നത്. ഒരിക്കലും എനിക്ക് അങ്ങനെ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഡിപ്ലോമയ്ക്ക് അന്ന് അപേക്ഷ കൊടുക്കുമ്പോൾ ആദ്യം കമ്പ്യൂട്ടറാണ് കൊടുത്തത്. മാർക്ക് കുറവായതുകൊണ്ട് കിട്ടിയില്ല. ഇലക്ട്രോണിക്സ് കൊടുത്തു, കിട്ടിയില്ല. മെക്കാനിക്കൽ കൊടുത്തു, കിട്ടിയില്ല. ഇലക്ട്രിക്കൽ കൊടുത്തു, കിട്ടിയില്ല. അവസാനം സിവിലിന് 4 സീറ്റ് വേക്കൻ്റ് ഉണ്ട്, വേണോ എന്ന് ചോദിച്ചപ്പോൾ കൈ നീട്ടി അങ്ങ് സ്വീകരിച്ചു. ഇനി വേറെ ഒരു ഓപ്ഷൻ ഇല്ല. അന്ന് പ്രീ ഡിഗ്രിക്ക് ചേർന്നതായിരുന്നു. ശ്രീകൃഷ്ണ കോളേജിലെ പ്രീ ഡിഗ്രിക്ക് 2 മാസം പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് വന്ന് പിന്നെ വേറെ ഒന്നും നോക്കലേ, വേണമെങ്കിൽ ഇപ്പൊ പറയണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വേണം എന്ന് പറഞ്ഞ് അങ്ങ് കയറിയതാണ്. 1 മാസം കഴിഞ്ഞ് ക്ലാസ്സിലേക്ക് ഓഫീസിൽ നിന്ന് ആൾ വന്ന് പറഞ്ഞു, ഇലക്ട്രിക്കൽ 1 സീറ്റ് വേക്കൻ്റ് ഉണ്ട്, ആർക്കെങ്കിലും പോണോ എന്ന് ചോദിച്ചു. ഞാൻ ആ ഇരുന്ന സ്ഥലത്ത് നിന്ന് പതുക്കെ എഴുന്നേറ്റതാണ്. പകുതി വരെ ഉയർന്നു. അപ്പൊ എനിക്ക് തോന്നി 1 മാസം കഴിഞ്ഞു, ഇംഗ്ലീഷൊന്നും ഒരു പിടിയുമില്ല, പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാകുന്നുമില്ല, ഇനി അതിലേക്ക് പോയാൽ എന്താവും സ്ഥിതി എന്ന് ആലോചിച്ചപ്പോ ആ എഴുന്നേറ്റത് അങ്ങനെ തന്നെ ഇരുന്നു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് ആയിട്ട് കാണുന്ന സന്ദർഭങ്ങളാണ് ഇതൊക്കെ. തീർച്ചയായും ഇതൊക്കെ ഈ ഘട്ടത്തിൽ ഞാൻ ഓർത്തു പോവുകയാണ്. നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, നമ്മൾ എന്താണോ ആകാൻ പോകുന്നത് എന്ന് നമുക്കൊന്നും അറിഞ്ഞുകൂടാ. അത് കാലം അത് തെളിയിക്കും. നമ്മൾ എന്തൊക്കെയോ ആയിത്തീരും.
നമ്മൾ ഏത് ഫീൽഡിലാണോ ആ ഫീൽഡിനെ പിന്നെ അങ്ങ് ഇഷ്ടപ്പെടുക. ഇഷ്ടപ്പെട്ട് ചെയ്തു കഴിഞ്ഞാൽ എന്തും നമ്മുടെ വഴിക്ക് തന്നെ വരും. എൻജോയ് ചെയ്ത് ചെയ്യാൻ സാധിക്കണം ഏത് ഫീൽഡായാലും. ഇപ്പൊ ഇതിനകത്തുള്ള ഉദ്യോഗത്തിൽ കുറെ പേര് LSGD-യിലുണ്ട്, PWD-യിലുണ്ട്. കുറെ പേര് പറയുന്നത് ജോലി കിട്ടിയത് പണിയായല്ലോ എന്ന് പറയുന്ന ആളുകൾ കുറെ പേരുണ്ട്. അറിയാം, വളരെ ബുദ്ധിമുട്ടാണ്. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കൂ, സർക്കാർ ഉദ്യോഗസ്ഥരാണ് ഇതിനകത്തിരിക്കുന്നത് കൂടുതൽ ആളുകളും. എനിക്ക് ഉറപ്പുണ്ട് പലരും വിഷമിച്ചിട്ടാണ്. ജോലി കിട്ടുമ്പോൾ ഇങ്ങനെയൊന്നും അല്ല വിചാരിച്ചത്, പക്ഷെ ഇപ്പോഴാണ് അതിന്റെ പ്രയാസം മനസ്സിലായത് എന്ന് പറയുന്ന ആളുകളുണ്ട്. ശരിയാണ്, ഞാനും സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു, എനിക്കും അറിയാം. പക്ഷേ നമ്മൾ വേണ്ടത്, നമ്മളെ ഒരു ഫീൽഡിലാണെങ്കിൽ അതിനെ അങ്ങ് ഇഷ്ടപ്പെടുക, അങ്ങേയറ്റം ഇഷ്ടപ്പെടുക, ആസ്വദിച്ച് ചെയ്യുക. അപ്പോൾ മാത്രമേ നമ്മുടെ ലൈഫ് എൻജോയ് ചെയ്യാൻ സാധിക്കുള്ളൂ. 56 വയസ്സ് വരെ തുടരണം സർക്കാർ സർവീസിൽ. ഇഷ്ടപ്പെടാതിരുന്നിട്ട് എന്താ കാര്യം എന്ന് വെച്ചാൽ ജോലി ഉപേക്ഷിക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. ഇഷ്ടപ്പെടുക. ആ ഒരു മാറ്റത്തിലേക്ക് നമ്മൾ വരണം. പുതിയ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഇവിടെയുണ്ട്, സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ജോലി കിട്ടും, ഒരു സംശയവും വേണ്ട. അത്രമാത്രം അവസരങ്ങളാണ് നമുക്ക് മുന്നിലുള്ളത്. അപ്പൊ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ആത്മവിശ്വാസത്തോടു കൂടെ തന്നെ ഇരിക്കുക. നിങ്ങളെല്ലാം സർക്കാർ ഉദ്യോഗസ്ഥരാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമാണ്. ഈ ഘട്ടത്തിൽ എന്നെ ഈ ഒരു ഘട്ടം വരെ പിന്തുണച്ച എൻ്റെ പാരൻസ് അവരിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എൻ്റെ സിസ്റ്ററുണ്ട്, എൻ്റെ ബന്ധുക്കളുണ്ട്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും എന്നോടൊപ്പം നിന്നിട്ടുള്ള, എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ വൈഫ് നൈസി ഇവിടെയുണ്ട്, കുട്ടികളുണ്ട്. അവരെയൊക്കെ ഈ ഘട്ടത്തിൽ ഞാൻ സ്നേഹപൂർവ്വം ഓർക്കുന്നു. കാരണം അവരൊക്കെ കുറെ അനുഭവിച്ചിട്ടുണ്ട്. കാരണം ഞാൻ എല്ലാ സൺഡേയും ക്ലാസ്സിന് പോകും. അത് കഴിഞ്ഞിട്ട് വേറെ പരിപാടികൾ, വേറെ ഫംഗ്ഷനുകൾക്കൊന്നും പോകാറില്ല. എല്ലാ ദിവസവും ക്ലാസ്സാണ്, സൺഡേ ഉൾപ്പെടെ എന്നുള്ളത് കൊണ്ട് ഒരു ഫംഗ്ഷനുകൾക്കും കൃത്യമായി പോകാൻ സാധിക്കാറില്ല. രാത്രിയിലാണ് എപ്പോഴെങ്കിലും ഒക്കെ പോകുന്നുണ്ടെങ്കിൽ ഉണ്ടാവുക. അപ്പൊ അവരൊക്കെ അത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു വിഷമോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല. അതിലെനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അപ്പൊ അവരെയും ഈ ഘട്ടത്തില് ഇപ്പൊ മക്കളൊക്കെ എപ്പോഴും ചോദിക്കുക, ഇന്ന് ക്ലാസ് ഉണ്ടോ? ഇന്ന് ഇപ്പോഴും ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട്, രാത്രിയിൽ എടുക്കുന്നുണ്ട്. ഇന്നും ചോദിച്ചു, ഇങ്ങോട്ട് വരുന്ന വഴിക്ക് മകൻ ചോദിക്കുകയാണ്, അവിടെ ഇരിക്കുന്നുണ്ട്, ഇന്ന് ക്ലാസ് ഉണ്ടോ പപ്പയ്ക്ക് എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇന്ന് ക്ലാസ് ഏതായാലും ഇല്ല എന്ന് പറഞ്ഞു. ഇന്ന് ചോദിച്ചു, എപ്പോഴും ചോദിക്കുന്നതാണ്, ഇന്ന് ക്ലാസ് ഉണ്ടോ, ഇന്ന് ക്ലാസ് ഉണ്ടോ എന്നാണ് ചോദിക്കുക. ഏതായാലും വിൻസെന്ററിനെ ഈ ഒരു ഉയരങ്ങളിലേക്ക് എത്താൻ സഹായിച്ച എല്ലാവർക്കും ഈ ഘട്ടത്തില് നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം ഞങ്ങളുടെ പുതിയ ഉദ്യമമായിട്ടുള്ള ഈ വിൻ മാസ്റ്റർ, അത് അതിന്റെ പ്രാരംഭഘട്ടത്തിലാണ്, ശൈശവദിശയിലാണ് എന്ന് എനിക്കറിയാം. പക്ഷെ ഞങ്ങൾ ഇതിനെ വളരെ വളർത്തി വലുതാക്കും. അത്രമാത്രം കോൺഫിഡൻസ് ഉണ്ട്. എഞ്ചിനീയറിംഗ് മേഖലകളിലെ സിവിൽ മാത്രമല്ല, മറ്റു ടെക്നിക്കൽ മേഖലകളിലേക്ക് ഞങ്ങൾ കടക്കുകയാണ്. ഒപ്പം ഗേറ്റ് പോലെയുള്ള കോച്ചിങ്ങുകളിലേക്കും ഒക്കെ ഞങ്ങൾ കടക്കും. ക്വാളിറ്റിയുള്ള എഡ്യൂക്കേഷൻ എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് ഞങ്ങൾ പടിപടിയായി എത്തിക്കുന്ന ഒരു ബിസിനസ് മൈൻഡിലല്ല ഞങ്ങൾ പോകുന്നത്. ഞങ്ങളെ കൊണ്ട് സാധിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ അതിലേക്ക് ഇറങ്ങുകയുള്ളൂ. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങൾ നടത്തി വരുന്നു. അതിന് വിൻസെന്റർ എന്ന് പറയുന്ന ടീം ഒറ്റക്കെട്ടായിട്ടുണ്ട്. ഇന്ന് ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ ഒപ്പം ഒരു ടീം തന്നെയുണ്ട്. ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ഒരു ടീം തന്നെയാണ് എൻ്റെ കൂടെയുള്ളത്. അല്പസമയം കഴിയുമ്പോൾ ആ ടീമിനെ പരിചയപ്പെടുത്തുന്ന ഒരു സെഷൻ ഉണ്ട്. എനിക്ക് എന്നും അഭിമാനത്തോടു കൂടെ ഓർക്കാനുള്ളത് എൻ്റെ ടീമിനെ കുറിച്ച് തന്നെയാണ്. ഈ രീതിയിൽ പോവുകയാണ് എങ്കിൽ ഞങ്ങൾ ഇന്ന് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലും ഒക്കെ അറിയപ്പെടുന്ന ഏറ്റവും നല്ല ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് വിൻസെന്റർ മാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഒരിക്കൽ കൂടെ ഈ ഫംഗ്ഷന് പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ വിശിഷ്ട അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത്, ഇതിന്റെ ഇനാഗ്രേഷൻ എത്തിയിരിക്കുന്നത് ലിയോണ ലിഷോയാണ്. പ്രശസ്ത സിനി ആർട്ടിസ്റ്റാണ്. വളരെ തിരക്കുകളുണ്ട് എങ്കിൽ പോലും ഈ ഫംഗ്ഷനിൽ പങ്കെടുക്കാമെന്ന് സമ്മതിച്ച് ഇന്നിവിടെ നേരത്തെ തന്നെ എത്തിയിരിക്കുന്നു. ആളെയും പ്രത്യേകമായിട്ട് ഈ ഘട്ടത്തിൽ ഓർക്കുന്നു. ആളുടെ ഫിലിമുകൾ ഒരുപാട് ഇനി വരാനിരിക്കുന്നുണ്ട്. ഒരുപാട് ഫിലിമുകൾ വന്നിട്ടുണ്ട്, നിങ്ങളൊക്കെ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും ഉയർന്നു വരുന്ന ഒരു കലാകാരി എന്നുള്ള രീതിയിൽ നമ്മളെല്ലാവരും പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ട് തന്നെ ആൾക്ക് കൊടുക്കണം. അത് നിങ്ങളുടെ എല്ലാവരുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരിക്കൽ കൂടെ എല്ലാവർക്കും നന്ദി. ഞാൻ നിർത്തുകയാണ്. അടുത്തത് നമ്മുടെ വിശിഷ്ടമായിട്ടുള്ള ഒരു പരിപാടിയാണ്. ഇതിന്റെ ഇനോഗ്രേഷനാണ്, ദീപം തെളിയിച്ചുകൊണ്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാം നമ്മൾ വിചാരിച്ചിരിക്കുന്നത്, പ്ലാൻ ചെയ്തിരിക്കുന്നത്, നമ്മുടെ ഇവിടെ പഠിച്ച് ഉദ്യോഗം നേടിയിട്ടുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും സ്റ്റേജിലേക്ക് വരണം. ഒരു തിരി തെളിയിച്ചുകൊണ്ടുള്ള ഒരു പ്രോഗ്രാമായിട്ടാണ്. ലിയോണ ലിഷോയെ ആദ്യം തിരി തെളിയിക്കും, അതിൽ നിന്ന് പകർന്ന് മറ്റുള്ളവരിലേക്കും എത്തും. തുടർന്ന് അത് നമ്മളെ അത് ചെയ്യുന്നത് മറ്റുള്ള ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന, ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതൊരു വെളിച്ചം
കിട്ടുന്നതിന് വേണ്ടി തന്നെയാണ്, പ്രതീകാത്മകമായിട്ടാണ് അങ്ങനെയുള്ള ഒരു പരിപാടി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. തീർച്ചയായും ആ വിശിഷ്ടമായിട്ടുള്ള ആ പരിപാടിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അതിനുശേഷം ലിയോണ നിങ്ങളോട് സംസാരിക്കുന്നതാണ്. അപ്പൊ അതിനുവേണ്ടി എല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ജോലി നേടിയിട്ടുള്ള എല്ലാവരും സമയമെടുക്കാതെ പെട്ടെന്ന് തന്നെ ഇതിനകത്തേക്ക് കയറി വരിക, സ്റ്റേജിനകത്തേക്ക് കയറി വരിക. ക്ലാസ് തുടങ്ങുന്ന സമയത്ത് ഞാനായിരുന്നു ഏറ്റവും ചെറുത്. ഏറ്റവും സീനിയർ ആയിട്ടുണ്ടായിരുന്ന എൻ്റെ പ്രിയ വിദ്യാർത്ഥികളാണ് ഇവരൊക്കെ. എന്നെക്കാളും വളരെ സീനിയറാണ്. കണ്ടാൽ വളരെ ചെറുപ്പമാണ്. രാധാകൃഷ്ണൻ പാലക്കാടാണ്. ഭഗവൽദാസ് കണ്ടോ താടിയൊക്കെ നിറച്ചിരിക്കുന്നു. അപ്പോൾ വളരെ അഭിമാനമുണ്ട്. ഇവരൊക്കെ വന്നതൊക്കെ ഞാൻ ഈ ഘട്ടത്തിൽ ഓർക്കുകയാണ്. അത്രമാത്രം വിജയം നേരില്ല. ഹാർഡ് വർക്ക് ചെയ്താൽ എന്തു നേടാമെന്ന് തെളിയിച്ചിട്ടുള്ള ആളുകളാണ് ഇവരൊക്കെ. ആരും മോശക്കാരല്ല, എല്ലാവരും. ഇതൊക്കെ ഒരു പാഠമാണ്, നമുക്ക് ഏറ്റവും വലിയ പാഠമാണ്. ഇത്രയും ആളുകൾ ഇവിടെ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മളോടുള്ള സ്നേഹം തന്നെയാണ്. ഏതായാലും ആ വിശിഷ്ടമായിട്ടുള്ള ആ ചടങ്ങിന് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നു. ഓക്കെ, ലിയോണ ലിഷോനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നദിയിലെ സമീറ, ആൻ മരിയ കലിപ്പിലും സന്തോഷത്തിലാവുമ്പോൾ ഒരുപോലെ കണ്ട ഡോക്ടർ ട്രീസ, അങ്ങനെ ചെയ്ത കഥാപാത്രങ്ങളിലെല്ലാം തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച യുവ കലാകാരി ലിയോണ ലിഷോയ്. എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് നമ്മുടെ ഈ വിൻമാസ്റ്റർ ലോഞ്ചിങ് സെറമണി വളരെ സന്തോഷത്തോടു കൂടി പങ്കെടുക്കാൻ വന്ന ലിയോണ ലിഷോയെ 2 വാക്ക് സംസാരിക്കുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വളരെയധികം സന്തോഷമുണ്ട് ഇന്നിവിടെ വരാൻ പറ്റിയതിലും നിങ്ങളെല്ലാവരും നേരിട്ട് കാണാൻ പറ്റിയതിലും. വിൻ സെന്റർ ആൻഡ് വിൻ മാസ്റ്റർ എന്ന ആപ്ലിക്കേഷൻ്റെ ലോഞ്ച് ആയിരുന്നു. സോ ഐ ഫോർമലി അനൗൺസ് ദാറ്റ് വിൻ മാസ്റ്റർ ഇസ് ഓപ്പൺ ഫോർ ഓൾ ഓഫ് യു. ഇതിൻ്റെ ലോഞ്ചിന് മുന്നോടിയായിട്ട് ഇവിടെ നിന്ന് കുറച്ച് പേര് എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. വിൻ സെന്ററിലത്തെ പ്രവർത്തകർ കുറച്ച് പേര്
അവർ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു കാര്യമാണത്. എൻ്റെ അടുത്തൊരു ടാഗ് ലൈൻ പറയാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഇതെന്താ അഡ്വർടൈസ്മെന്റ് ആണോ, നിങ്ങൾ എന്നെ അഭിനയിപ്പിക്കാൻ വന്നതാണോ എന്ന് ചോദിച്ചു. പക്ഷെ ഇല്ല, ഒരു ചെറിയൊരു പ്രൊമോയ്ക്ക് വേണ്ടിയിട്ടാണ്, ഇതൊന്ന് പറയണം എന്ന് പറഞ്ഞു. അപ്പൊ എന്താ പറയണ്ടേന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് ഇങ്ങനെ പറഞ്ഞു തന്നു, നിങ്ങളൊരു ജോലി ആഗ്രഹിക്കുന്നുണ്ടോ, എന്നാ വിൻമാസ്റ്റർ ഡൗൺലോഡ് ചെയ്യൂ. ഒരു ഗവൺമെന്റ് ഉദ്യോഗം ആഗ്രഹിക്കുന്നുണ്ടോ, വിൻമാസ്റ്റർ ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ ഏതാണ്ട് പറഞ്ഞിട്ട് ഒരു ടാഗ് ലൈൻ എന്നെ കൊണ്ട് പറയിപ്പിച്ചിരുന്നു. അപ്പോഴാണ് ഞാൻ ശരിക്കും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയത്. മെയിൻലി ഫോർ ഗവൺമെന്റ് ജോബ്സ് എന്നുള്ളത് എപ്പോഴും നമ്മുടെ പണ്ട് കാലത്തല്ല ഇപ്പോഴും ഉണ്ടാവും. പക്ഷെ ഈ എൻ്റെ ജനറേഷൻ്റെ മുന്നുള്ള ജനറേഷൻ, ഇപ്പം എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ജനറേഷൻ ആയാലും, എൻ്റെ അമ്മായിമാർ പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ അമ്മമ്മ പറയണത് കേട്ടിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ ഗവൺമെന്റ് ഉദ്യോഗമാണോ, എന്നാൽ പിന്നെ സെക്യൂർഡ് ആണ്, പിന്നെ ലൈഫിൽ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു ഗ്യാരണ്ടീഡ് ആണ് എപ്പോഴും ഗവൺമെന്റ് ജോബ് എന്ന് പറഞ്ഞാൽ. അത് തന്നെ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. അവന് ജോലി കിട്ടി, എന്ത് ജോലിയാ, വേറെ ഏത് ജോലിയാന്ന് പറഞ്ഞാലും ചിലപ്പോൾ സന്തോഷം കിട്ടില്ല അവർക്ക്. പക്ഷെ ഒരു ഗവൺമെന്റ് ഉദ്യോഗമാണ് അവർക്ക് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ പിന്നെ ഹാപ്പിയായി. അങ്ങനത്തെ ഒരു ഹാപ്പിനെസ്, അങ്ങനത്തെ ഒരു പോസിറ്റീവ് നോട്ട് എപ്പോഴും ഈ ഗവൺമെന്റ് ജോബ്സ് ആയിട്ട് റിലേറ്റഡ് ആണ്. എപ്പോഴും ഞാൻ കുറെ കണ്ടിട്ടുണ്ട്, അങ്ങനെ കുറെ പേര് പറയണ കേട്ടിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ സന്തോഷ് സാർ വന്ന് സംസാരിച്ചപ്പോ പറയണ്ടായി, എത്ര കഷ്ടപ്പെട്ടിട്ടല്ലേ ഈ ഒരു ലെവലെത്തിയേ. ഞാനിങ്ങനെ ഇരുന്ന് ആലോചിക്കുക, ദൈവമേ ഇത്രയ്ക്കൊക്കെ ഒരാൾക്ക് ചെയ്യാൻ പറ്റുമോ. അത് സ്വന്തമായിട്ട് ഒരു ജോബ്, അതും ഒരു ഗവൺമെന്റ് ജോബ്, ഇത്ര സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ലൈഫ് ആളുടെ മുമ്പിൽ ഉണ്ടായിട്ട് അത് വേണ്ടാന്ന് വെച്ചിട്ട് എന്നാ പിന്നെ മറ്റുള്ളവർക്ക് ജോലി ഉണ്ടാക്കി കൊടുക്കാം, മറ്റുള്ളവർക്ക് ഒരു ലൈഫ് സപ്പോർട്ട് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ചെയ്യുന്ന ഒരു കാര്യം, ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് എ ലൈറ്റ് തിങ്. അങ്ങനെ ഒരു കാര്യം എത്ര പേര് ചെയ്യും, എത്ര പേര് ചിന്തിക്കും എന്ന് വരെ എനിക്ക് അറിയില്ല. ഐ ഡോണ്ട് തിങ്ക് നമ്മുടെ കൂട്ടത്തില് അതേപോലെ ചിന്തിക്കുന്ന ആൾക്കാർ വളരെ അപൂർവമായിരിക്കും. സോ ഐ റിയലി അപ്രീഷിയേറ്റ്. സന്തോഷ് സാറിനെ മീറ്റ് ചെയ്യാൻ പറ്റിയതിൽ തന്നെ ഐ ഫീൽ എക്സ്ട്രീംലി പ്രൗഡ്. ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് ഐ ഡോണ്ട് തിങ്ക് അത് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഐ റിയലി ഡു അപ്രീഷിയേറ്റ് ഇറ്റ്. പിന്നെന്താ നിങ്ങളുടെ അടുത്ത് പറയണ്ടേ, ഐ എം നോട്ട് വെരി പ്രിപ്പയർഡ് ഫോർ എ സ്പീച്ച് എന്നാൽ. നിങ്ങളുടെ അടുത്ത് അത്ര സ്പീച്ച് ഒന്നും സംസാരിക്കാൻ 2 മിനിറ്റ് 2 വാക്ക് സംസാരിച്ചാൽ മതി എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. പിന്നെ തൃശ്ശൂർ വന്ന് എന്തൊരു പ്രോഗ്രാം ചെയ്താലും അതിനൊരു പ്രത്യേക ഒരു ഫീൽ ഉണ്ടാവും. എൻ്റെ സ്വന്തം നാട്, എൻ്റെ സ്വന്തം ആൾക്കാരെന്നുള്ളൊരു അഹങ്കാരവും എനിക്കുണ്ടാവും. അതായത് ഞാൻ തീരെ സ്പീച്ചുകൾക്ക് പ്രിപ്പയറേ ചെയ്യാറില്ല. ബട്ട് വളരെയധികം സന്തോഷമുണ്ട് നിങ്ങളെല്ലാവർക്കും. വിൻ സെന്റർ എന്ന ഈ പേര് പോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എല്ലാവരും വിന്നേഴ്സ് ആയി തന്നെ തുടരട്ടെ. ഇപ്പോഴും നിങ്ങൾ വിന്നേഴ്സ് തന്നെയാണ്. പക്ഷെ വിൻ സെന്ററിൽ വന്ന് പഠിച്ചുകൊണ്ടും ഇവിടെ നിന്ന് പുറത്തിറങ്ങി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ജോലി മുൻ കണ്ടിട്ടും ഐ തിങ്ക് യു ആർ ഓൾ വിന്നേഴ്സ് എനിവേ. So have a nice day എല്ലാവരും. Thank you so much for having me here. Thank you. As a token of our gratitude, ഞങ്ങളുടെ ചെറിയൊരു സ്നേഹോപഹാരം വിൻസെന്ററിന്റെ വക ലിയോണ ലിഷോയ്ക്ക് കൊടുക്കാൻ നമ്മുടെ സന്തോഷ് സാറിനെ ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന ഗിവിൻ PGയെ 2 വാക്ക് സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. എൻ്റെ പേര് ഇപ്പൊ പറഞ്ഞു, ഗിവിൻ എന്നാണ് എൻ്റെ പേര്. ഞാനിപ്പോ LSC ഡിപ്പാർട്ട്മെന്റിൽ അണ്ടറിൽ വരുന്ന GCDA ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെന്റ് അതോറിറ്റി എന്ന് പറയുന്ന സ്ഥാപനത്തിൽ 2nd ഗ്രേഡ് ഓവർസിയർ ആയിട്ട് വർക്ക് ചെയ്യാണ്. ഇങ്ങനൊരു സംരംഭം ഞാൻ ഒപ്പം വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. സാറിന്റെ കൂടെ കുറച്ച് നാൾ വർക്ക് ചെയ്ത കാരണം കൊണ്ട് സാറിനെ കുറിച്ച് കുറച്ചുകൂടി പേഴ്സണലായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, എത്ര സംസാരിച്ചാലും തീരില്ല. അത്രയധികം സംസാരിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമാണ് സന്തോഷ് സാർ. സാർ പറഞ്ഞു വിൻ മാസ്റ്റർ എന്ന് പറയുന്ന ആപ്പാണ് നമ്മളിവിടെ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ദ റിയൽ വിൻ മാസ്റ്റർ ആരാണ്? സന്തോഷ് സാർ മാത്രമാണ്. സാറാണ് ഇത്രയധികം കുട്ടികൾക്ക് ഒരു ഭാവി ജീവിതം ഉണ്ടാക്കി കൊടുത്ത ഒരു വ്യക്തിത്വമാണ് സന്തോഷ് സാർ. സാറ് പറഞ്ഞു ടീച്ചിങ് ഒരു പാഷനാണ്. ടീച്ചിങ്ങിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താ ടീച്ചിങ്ങിന് പ്രത്യേകത? ഗവൺമെന്റ് ജോലി, നിങ്ങൾ എത്ര വലിയ ഗവൺമെന്റ് ജോലിയുള്ള ആളായിക്കോട്ടെ, പോലീസ് സർവീസിലായിക്കോട്ടെ,
56 വയസ്സ് വരെ നല്ല വിലയായിരിക്കും. 56ാമത്തെ വയസ്സിൽ റിട്ടയർഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾ പോലും മൈൻഡ് ചെയ്യില്ല. പക്ഷേ ടീച്ചിങ് എന്ന് പറയുന്ന പ്രൊഫഷൻ അങ്ങനെയല്ല. നമ്മൾ ഏത് വയസ്സിലും എപ്പോഴാണെങ്കിലും എവിടെ പോയാലും റെസ്പെക്റ്റ് കിട്ടുന്ന ഒരു ജോലിയാണ് ടീച്ചിങ്. അത് ജോലിയല്ല, ഒരു പാഷനായിട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ കുട്ടികൾക്ക് നന്മ പകരുന്ന ഒരു കാര്യമാണ്. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ പറയാം. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും, ശങ്കർ ദയാൽ ശർമ്മ കേട്ടിട്ടില്ലേ? നമ്മുടെ പ്രസിഡന്റ് ആയിരുന്നു 1992 മുതൽ 1997 വരെ നമ്മുടെ പ്രസിഡന്റ് ആയിരുന്ന ശങ്കർ ദയാൽ ശർമ്മ. അദ്ദേഹം ഒരു വിസിറ്റിന് പോയി, ഒമാനിലാണ് വിസിറ്റിന് പോയത്. അവിടുത്തെ കിങ് ബിൻ സയ്യിദ് അൽ സയ്യിദ് എന്ന് പറയുന്ന ആള് കിങ്. അപ്പോൾ അവിടെ പോയിട്ട് വിമാനത്തിൽ നിന്ന് ഇറങ്ങിയ വഴിക്ക് എല്ലാ പ്രോട്ടോകോളും തെറ്റിച്ചുകൊണ്ട് ഒരിക്കലും പോയിട്ടില്ല. ഒരു രാജ്യത്തിന്റെ അധികാരി വരുമ്പോഴും അവിടുത്തെ കിങ് എയർപോർട്ടിൽ പോയിട്ട് സ്വീകരിച്ചിട്ടില്ല. പക്ഷെ ഈ ഒരു വ്യക്തി ചെന്നപ്പോ കിങ് നേരിട്ട് എവിടെ എത്തി? എയർപോർട്ടിലെത്തി. എല്ലാവരും അന്തം വിട്ടു, പത്രപ്രവർത്തകരൊക്കെ അന്തം വിട്ട് നിൽക്കുകയാണ്. എന്തായി സംഭവിക്കുന്നത് ഒന്നും മനസ്സിലാവണില്ല. കുറച്ച് കഴിഞ്ഞപ്പോ ഈ കിങ് നേരെ ചെല്ലാണ്, ഫ്ലൈറ്റിന്റെ ഉള്ളിലേക്ക് കയറി ചെന്നു. എന്നിട്ട് നമ്മുടെ രാഷ്ട്രപതിനെ ശങ്കർ ദയാൽ ശർമ്മയെ ആനയിച്ച് താഴേക്ക് കൊണ്ടുവന്നു. കുറച്ച് കഴിയുമ്പോൾ വഴി നീളെ ആഡംബര കാറുകൾ എടുക്കുന്നുണ്ട്, വരി വരിയായിട്ട് എടുക്കുകയാണ്. നേരെ പോയിട്ട് ശങ്കർ ദയാൽ ശർമ്മയെ ഒരു കാറിൽ, ആഡംബരമായിട്ടുള്ള ഒരു കാറിൽ കൊണ്ടിരുത്തി. ദെൻ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഡ്രൈവറെ മാറ്റി ഇദ്ദേഹം കിങ് പോയിട്ട് ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നിട്ട് വണ്ടി ഓടിച്ച് എത്തി. ദെൻ എത്തിയതിന് ശേഷം പ്രസ് മീറ്റ് വന്നു. പ്രസ് മീറ്റിൽ വരുമ്പോൾ എല്ലാ പത്രപ്രവർത്തകരും അന്തം വിട്ടിരിക്കുകയാണ്. ഇത് എന്ത് സംഭവിച്ചു ഒന്നും മനസ്സിലാവുന്നില്ല. നമ്മളൊരു രാജ്യം ഇങ്ങനെ തരം താഴണോ? വേറൊരു രാജ്യത്തിന്റെ ഒരു ജനാധിപത്യ പ്രതിനിധിക്ക് മുമ്പിൽ നമ്മൾ രാജാവ് തരം താഴ്ന്നു നിൽക്കേണ്ട ആവശ്യമുണ്ടോ? ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെയാണ് അവരുടെ ഉള്ളിൽ. ദെൻ ചോദ്യം ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു: ഞാൻ ആനയിച്ച് കൊണ്ടുവന്നത് ഇന്ത്യയുടെ പ്രസിഡന്റിനെ അല്ല, എൻ്റെ അധ്യാപകനെയാണ് എന്നാണ് അദ്ദേഹം ആ നിമിഷത്തിൽ പറഞ്ഞത്. ഇത് പ്രഷ്യസ് മൊമെന്റ് ആണല്ലേ? അധ്യാപകൻ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു റെസ്പെക്ട്. കാരണം അധ്യാപകനാണ്, ആ കിങ്ങിന്റെ അധ്യാപകനാണ്. കാരണം അദ്ദേഹം ഇന്ത്യയിൽ ഒന്ന് പഠിച്ചിട്ടുണ്ട്. പൂനെയിലാണ് അദ്ദേഹം ഡിഗ്രി കോഴ്സ് സംതിങ് ചെയ്തത്, ഇന്ത്യയിലാണ്. അന്ന് അദ്ദേഹത്തിന്റെ പ്രൊഫസർ ആയിരുന്നു നമ്മുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ശങ്കർ ദയാൽ ശർമ്മ. ഇറ്റ്സ് എ ബിഗ് മൂമെന്റ്. അതുപോലെ അങ്ങനെ ഒരു ലിസ്റ്റിലേക്ക് നമ്മുടെ സന്തോഷ് സാറും എത്തിപ്പെട്ടു കഴിഞ്ഞു, ഇനി എത്തിപ്പെടും. ഭാവിയിലെ വലിയ വലിയ ഉദ്യോഗസ്ഥരൊക്കെ സാറിന്റെ അണ്ടറിൽ നിൽക്കുന്ന ഒരു അവസ്ഥ. വളരെ മനോഹരമായിട്ടുള്ള ഒരു ചിത്രമായിരിക്കില്ല അത്. ഇനി ഇവിടെ പറയാനുള്ളത് ഭാവിയിൽ പഠിക്കാൻ വരുന്ന കുട്ടികളെ സംബന്ധിച്ചാണ്. ഗവൺമെന്റ് ജോലി കിട്ടി, ഇവിടെ ഇരിക്കുന്ന കുറെ പേരുണ്ട്, ഗവൺമെന്റ് ജോലി കിട്ടിയ ആളുകളുണ്ട്. എല്ലാവരും ബിൽഡിംഗ് സ്റ്റോൺസ് ആണ്. ഒരു ബിൽഡിങ്ങിന്റെ, ഗവൺമെന്റ് ജോലി ആകുന്ന ഒരു ബിൽഡിങ്ങിന്റെ സ്റ്റോൺസ് ആണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും. അതിന്റെ ആർക്കിടെക്ട് ആണ് ഒരു സന്തോഷ് സാറ്. സാറ് കെട്ടിപ്പടുത്ത ഒരു പ്രസ്ഥാനം, വലിയൊരു പ്രസ്ഥാനം, വളരെ ഭംഗിയുള്ള ഒരു വീട്. ഉൾഭാഗം ചിലപ്പോൾ മോശമായിരിക്കും. ഗവൺമെന്റ് ജോലി എന്ന് പറയുമ്പോൾ അത് കയറി ചെല്ലുമ്പോൾ വലിയ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിലും പുറമെ നോക്കുമ്പോൾ നല്ല സന്തോഷമാണ്. ഒരു സീറ്റ്, നമുക്ക് വേണ്ടിയിട്ട് ഒരു സീറ്റ് അവിടെ തന്നിരിക്കുകയാണ് സാറ്. 56 വയസ്സ് വരെ നീ അവിടെ പോയിരുന്നോ? വേറൊരാളും കയറിയിരിക്കില്ല അവിടെ. ധൈര്യമായിട്ട് പറയാം, നമ്മുടെ സീറ്റിൽ ഒരാളും വന്നിരിക്കില്ല നമ്മുടെ അനുവാദം ചോദിക്കാണ്ട്. അത് ക്രിയേറ്റ് ചെയ്ത് തന്നത് സന്തോഷ് സാർ മാത്രമാണ്. എപ്പോഴും അഭിമാനിക്കും സന്തോഷ് സാറിനെ പറ്റി പറയുമ്പോൾ, പേഴ്സണലായിട്ട് പറയുമ്പോഴും അതെ, എപ്പോഴും അഭിമാനം തോന്നും. കാരണം അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഒരു കഴിവ് എന്ന് പറയുന്നത് ലിസണിങ് പവറാണ്. ആരെ കേൾക്കാനും തയ്യാറാണ്. എന്ത് ചെറിയ കാര്യം പറഞ്ഞാൽ അവരെ ലിസൺ ചെയ്യും, എന്നിട്ട് അതിന്റെ അഭിപ്രായം പറയും. ഇപ്പോൾ സാറിങ്ങനെ ഡെവലപ്പ് ചെയ്യണു, ബിസിനസ് ഡെവലപ്പ് ചെയ്യണു, നല്ല കുറെ അധികം കുട്ടികളെ ഹാൻഡിൽ ചെയ്യുന്നു. അപ്പോഴും സാറിന് ടൈം കുറയുന്നില്ല. വേറൊരു കാര്യം, ISLന്റെ കളി, ഇപ്പൊ കൊച്ചിയിൽ ISL കളി നടക്കുന്നുണ്ടല്ലോ. സാർ എപ്പോൾ വന്നാലും 7:30 മുതൽ 10 മണി വരെ എപ്പോഴും ടിവിയുടെ മുമ്പിൽ ഉണ്ടാവും. വേറെ ആ സമയത്ത് വേറെ പരിപാടികളൊന്നും ഇല്ല. കളി കാണുന്ന വെച്ചാൽ കളി കാണാൻ അത്രയും പാഷനാണ് സാറ്. അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ട്, എടുത്തു പറയുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്, പല കാര്യങ്ങൾ കൊണ്ടും വ്യത്യസ്തനാണ്. ഓക്കെ, ഇനിയിപ്പോ എല്ലാ ഭാവങ്ങളും നേരുന്നു ഈ ഒരു പ്രസ്ഥാനത്തിന്. ഭാവിയിൽ വൻ വിജയമായിരിക്കുന്നു. 110% ഗ്യാരണ്ടി പറയുന്ന ഒരു പ്രസ്ഥാനമാണ് വിൻ മാസ്റ്റർ എന്ന് പറയുന്ന ആപ്പ്. വളരെയധികം സന്തോഷം. വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഇവിടെ പഠിച്ച് ജോലി കിട്ടിയിട്ടുള്ള സ്റ്റുഡൻസ്, ഉദ്യോഗാർത്ഥികൾ, നമ്മളിപ്പോൾ സ്കൂളിലൊക്കെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം എന്നൊക്കെ പറയും. ഇവിടെ ഒരു പൂർവ്വ ഉദ്യോഗാർത്ഥി സംഗമം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്, അലുമിനി ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സന്തോഷ് സാറും അതിന് വ്യക്തമായിട്ടുള്ള പിന്തുണ നൽകിയിട്ടുണ്ട്. അതിനൊരു കാരണം ഇതാണ്. സാറ് പറയുന്നുണ്ട് 1000-ലധികം അല്ലെങ്കിൽ 5000-ഓളം സ്റ്റുഡൻസ് ഇവിടെ നിന്ന് പാസ്സായിട്ട് പോയിട്ടുണ്ട്. വ്യക്തമായിട്ടുള്ള ഒരു എണ്ണം പറയാൻ പറ്റുന്നില്ല, കാരണം ഇഷ്ടം പോലെ സ്റ്റുഡൻസ് ആണ് ഗവൺമെന്റ് സർവീസിൽ കയറിയിട്ടുള്ളത്. അപ്പോൾ അതിനൊരു കോർഡിനേഷൻ ചെയ്തിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിയിട്ടുണ്ട്. അത് ഇന്ന് ഒഫീഷ്യലായിട്ട് ഇവിടുന്ന് ആരംഭിക്കാൻ പോവുകയാണ്. രഹനേച്ചി, ഇവിടെ പഠിച്ച് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന രഹനേച്ചിയാണ് ആദ്യമായിട്ട് അങ്ങനെ ഒരു ആശയം പറഞ്ഞത്. നേരെ ഞാൻ സന്തോഷ് സാറിനോട് പറഞ്ഞു, സാറും ഹാപ്പിയാണ്, നല്ലൊരു കാര്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ ഞങ്ങൾ ഇവിടെ തുടങ്ങാൻ പോവുകയാണ്. ഒരു വലിയൊരു ഗ്രൂപ്പ്
ഇഷ്ടംപോലെ സ്റ്റുഡൻസ് ഉണ്ടാവുന്ന ഒരു ഗ്രൂപ്പാണ് ഉണ്ടാകാൻ പോകുന്നത്. സന്തോഷം, ഈ ഒരു വേദിയിൽ ഇവിടെ സംസാരിക്കാൻ അവസരം കിട്ടിയതിൽ സന്തോഷം. ആദ്യം തന്നെ വ്യക്തമായ ആശംസകൾ പറയുന്നു. ഇനിയൊരു സംരംഭത്തിന് സാറിനോടും ഇവിടെ പഠിച്ച് പാസ്സായി പോയ ജോലി കിട്ടിയ വിദ്യാർത്ഥികളോടും ഇനി ഇവിടെ ഗവൺമെൻറ് സർവീസിൽ വരാൻ പോകുന്ന കുട്ടികളോടും സാറിൻ്റെ ഫാമിലി, നൈസി മാഡം, അമ്മ, അച്ഛൻ, സിസ്റ്റർ, ബ്രദറിൻലോ, എല്ലാവരോടും, ബ്രദർ വന്നിട്ടുണ്ട്, USA ഈ അടുത്ത് വന്നതാണ്. അപ്പൊ എല്ലാവരോടും വളരെയധികം സന്തോഷം. സാറിന് 150% ആശംസകൾ നേരുന്നു. വലിയൊരു വിജയമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. ഈ ഒരു അവസരത്തിൽ 2 വാക്ക് നമ്മളോട് സംസാരിക്കുന്നതിനായി ലിജു സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇങ്ങനെ ഒരു വേദിയിൽ ഇരിക്കാൻ എന്താ പറയാ, ഒരു അർഹതയും ഇല്ലാതിരുന്ന ഒരാൾ തന്നെയായിരുന്നു. ഇപ്പോൾ പഠിക്കാനായിട്ട് പുതിയതായിട്ട് വരുന്ന ഏതൊരു കുട്ടിയെയും പോലെ ഒരു ഗവൺമെന്റ് ജോലി കിട്ടുമോ എന്നുള്ളൊരു സംശയത്തിൽ വന്ന ആളാണ്. ട്രൈ ചെയ്ത് നോക്കാം. 34 വയസ്സ് വരെ ഞാൻ ഒറ്റ PSC എക്സാം പഠിച്ചെഴുതിയില്ല. അപ്പം 34ാമത്തെ വയസ്സിലാണ് ഞാൻ ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ പേപ്പറിൽ അഡ്വർടൈസ്മെന്റ് കണ്ടിട്ട് വൈഫാണ് ഇങ്ങനെ ഒരു ഉദ്യമം തുടങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞത്. സാറ് പറഞ്ഞ ആ എളിയ തുടക്കത്തിലെ ഞാൻ ഉണ്ടായിരുന്ന ഒരാളാണ്. സാറ് പറഞ്ഞതെല്ലാം ഓർക്കുമ്പോൾ വളരെ ഓർമ്മകളുടെ ആ ഒരു സന്തോഷത്തിലായിരുന്നു ഞാൻ. ഞങ്ങൾക്ക് ആ തുടക്കം തൊട്ടേ സാറിൻ്റെ പേഴ്സണൽ കെയർ കിട്ടി പഠിക്കാൻ പറ്റി എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. സാറ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രത്യേക വ്യക്തിത്വമാണ്. മാഷ് എന്ന് പറഞ്ഞാലും സാറ് ഒരു കുട്ടികളെ പോലുള്ള മാഷാണ്. നമ്മൾ പഠിക്കാനിരിക്കുന്നവരുടെ മനസ്സറിഞ്ഞ് നമ്മുടെ മനസ്സിൽ നമ്മളുടെ മൂവ്മെന്റ്സിനനുസരിച്ച് സാറ് നമ്മുടെ ക്ലാസ് കൊണ്ടുപോകും. നമ്മൾ എന്താണ് താല്പര്യം നമ്മുടെ സംസാരത്തിന്. സാറ് അത് വ്യക്തമായ പ്ലാനിങ്ങും ഓരോരുത്തരെ കുറിച്ചും സാറ് കൃത്യമായി വാല്യുവേഷൻ നടത്തുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു എത്ര സ്റ്റുഡൻസ് ആയാലും സാർ ഇപ്പോൾ പേരുകൾ വിളിച്ച് പറഞ്ഞിരുന്നു. എല്ലാവരുടെയും പേരുകൾ സാറിന് അറിയാം എന്ന് പറഞ്ഞാൽ സാറിന്റെ ക്ലാസ്സിൽ ഇരിക്കുന്നവരെല്ലാവരുടെയും പേരുകൾ അറിയാം. എല്ലാവരും ഇപ്പൊ എന്താ നോക്കണേ, അവർ ശ്രദ്ധിക്കുന്നുണ്ടോ, കൃത്യമായ ക്ലാസ്സുകളായിരുന്നു. അപ്പൊ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറെ സമയം പോവും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇനി ഈ കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യാൻ വരുന്ന ഫ്രഷ് കുട്ടികളുടെ കാര്യത്തിലാണ് ഞാൻ പറയുന്നത്. ഞാൻ ഈ ട്രൈ ചെയ്യാൻ നോക്കുന്നത് തന്നെ വാട്ടർ അതോറിറ്റി ട്രേസർ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് 134 വേക്കൻസി ഉണ്ട്. അപ്പോൾ PWD ഇറിഗേഷൻ സെക്കൻഡ് ഗ്രേഡ്, ഫസ്റ്റ് ഗ്രേഡ് അതൊക്കെ വിളിക്കുന്നുണ്ട്. കൂട്ടത്തിൽ കുറെ അധികം കോൾ ഫോർ ഒരുമിച്ച് PSC നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ എനിക്കൊരു പ്രതീക്ഷ, നമ്മളൊന്നും പഠിച്ചില്ലെങ്കിൽ തന്നെ, അതായത് എത്ര പഠിച്ചാലും റാങ്ക് നേടുക എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളുടെ ഒരു കുത്തകയാണല്ലോ. അപ്പോഴും ഈ 134 വേക്കൻസിയുടെ റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും ലാസ്റ്റിൽ വന്നാൽ പോലും നമ്മൾക്ക് അവരൊക്കെ PWD ഇറിഗേഷൻ ഹയർ ഗ്രേഡ് പരീക്ഷകളിൽ റാങ്കുകൾ നേടി അവർ ജോലി കിട്ടിക്കഴിയുമ്പോൾ ഏറ്റവും ലാസ്റ്റിലാണെങ്കിൽ പോലും അതിൽ ഒരു ചാൻസ് ഉണ്ട് എന്നുള്ള ഒരു ധൈര്യത്തിലാണ് ഞാൻ പഠിക്കാൻ ആരംഭിച്ചത്. അപ്പോൾ യഥാർത്ഥത്തിൽ ആ ഒരു ജോലി എന്ന സ്വപ്നം വെച്ച് സാറിൻ്റെ അടുത്ത് വന്നിട്ട് സാർ ഒരു 6-7 ജോലിക്കുള്ള റാങ്ക് ലിസ്റ്റിൽ വിതിൻ 10 റാങ്കിനുള്ളിൽ എനിക്ക് നേടാൻ പറ്റി. അത് സാറിന്റെ മാത്രം കഴിവാണ്. അത് നമ്മൾക്ക് നമ്മളെ കുറിച്ച് സത്യത്തിൽ വരുന്ന ഒരാൾക്കും ഏതൊരു രംഗത്തായാലും യഥാർത്ഥത്തിൽ നമ്മൾ നമ്മളെ കുറിച്ച് ഒന്നും അറിയുന്നില്ല, നമ്മൾ ശ്രദ്ധിക്കില്ല, നമ്മൾ പഠിക്കാൻ പറ്റുമോ, നമ്മൾക്ക് കഴിവുണ്ടോ എന്നൊന്നും നമ്മൾ അറിയുന്നില്ല. സാർ അതെല്ലാം ക്ലിയർ ആയിട്ട് വാച്ച് ചെയ്യും. സാർ അതിൽ ഇൻട്രസ്റ്റ് എടുക്കുന്ന ആളാണ്. അതുപോലെ തന്നെ സാറ് പറഞ്ഞ സാറിന്റെ കാര്യങ്ങളെല്ലാം, സ്റ്റെപ്സുകളെല്ലാം അത് പഠിപ്പിക്കുക എന്നുള്ളത് സാറിന്റെ ഒരു പ്രത്യേക കഴിവാണ്. നമ്മൾക്ക് എല്ലാവർക്കും ഒരു മാഷാവാൻ എളുപ്പമല്ല. ഇപ്പോ പഠിപ്പിക്കുമ്പോൾ കുട്ടികളുടെ മനസ്സറിഞ്ഞ് പഠിപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ കഴിവ്. അപ്പോ മാതാപിതാ ഗുരു ദൈവം എന്നാണ്. എന്നെ സംബന്ധിച്ച് സാറ് ഒരു ദൈവത്തിന്റെ അടുത്ത് ഫോട്ടോ വെക്കാവുന്ന തരത്തിലുള്ളൊരു സാറാണ്. ഗുരുവാണ്, എൻ്റെ ഗുരു ദൈവത്തിന് തുല്യം തന്നെയാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു സ്റ്റേജിൽ സാറിന്റെ അടുത്ത് ഇരിക്കാൻ പറ്റിയതാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ജീവിത സന്തോഷം. ജീവിതത്തിൽ എനിക്കുണ്ടായ ഏറ്റവും വലിയൊരു അവസരമായിട്ടാണ് ഞാനിത് കാണുന്നത്. ജോലി കിട്ടി എന്ന് പറയുന്നത് അതൊക്കെ ശരിയാണ്, പക്ഷെ അതൊക്കെ അതിനേക്കാളും ഉപരിയായിട്ട് ഇത്രയും നേരം എനിക്ക് സാറിന്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കാൻ പറ്റിയത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സന്തോഷമാണ്.
ഇനി ഞാൻ അധികം പറയുന്നില്ല, പറയുകയാണെങ്കിൽ കുറെ അധികം പറയാനുണ്ട്. എത്രയായാലും പുതിയതായിട്ട് ജോയിൻ ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ PSC എക്സാമിന് വേണ്ടി ട്രൈ ചെയ്യുന്ന കുട്ടികൾക്ക് ഒരു കാര്യം പറയാനുള്ളത്, വിൻ സെന്ററിന്റെ ഇതിൽ അവരുടെ ടാഗ് തന്നെ എനി ടൈം എനിവെയർ എന്നാണ്. അപ്പൊ ഞാൻ അങ്ങനെ റാങ്കൊക്കെ കിട്ടി കുറെ പേരൊക്കെ സംസാരിച്ചൊക്കെ ഇടയ്ക്ക് വരും, ഫോണിലൊക്കെ വിളിക്കുമ്പോൾ പറയും എപ്പോഴും ഒരു പുസ്തകം കൂടെ കരുതണം. കയ്യിൽ ഒരു പുസ്തകം എപ്പോഴും ഉണ്ടെങ്കിൽ നമ്മൾ സബ്ജക്റ്റ് എപ്പോഴും പഠിക്കാൻ ഒരു 5 മിനിറ്റോ 1 മിനിറ്റോ എവിടെയെങ്കിലുമൊക്കെ വെയിറ്റിംഗ്, നമുക്ക് ജീവിതം ഇപ്പോൾ തിരക്ക് പിടിച്ചതാണെന്ന് പറഞ്ഞാലും കുറെ അധികം സ്ഥലത്ത് നമ്മൾ വെയിറ്റിംഗിലായിരിക്കും, ക്യൂവിലായിരിക്കും, ഒക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് പഠിക്കാനായിട്ട് പറ്റുന്ന ആ 1 മിനിറ്റ് അപ്പോഴൊക്കെയാണ് നമുക്ക് കിട്ടുക. കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ സമയം കിട്ടുന്നത് പലപ്പോഴും നമ്മുടെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയ്ക്ക് പല സ്ഥലത്തെ വെയിറ്റിങ്ങുകളിലായിരിക്കും. അപ്പൊ ഞാൻ പറയാറുണ്ട്, എപ്പോഴും പുസ്തകം കയ്യിലുണ്ടെങ്കിൽ നമുക്കത് പഠിക്കാൻ, നമുക്കത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കാം. ആ മൈൻഡ് നമ്മൾ എപ്പോഴും അതിലേക്ക് എയിം ചെയ്യും. നമ്മുടെ എയിം ഒരു ജോബാണെങ്കിൽ, ഗവൺമെന്റ് ജോബിന് എയിം വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമ്മുടെ കയ്യിൽ പുസ്തകം വേണമെന്ന് പറയും. അപ്പൊ അതില് ഇപ്പൊ ഏറ്റവും ബെസ്റ്റ് ആണ് എനി ടൈം എനിവെയർ. നമുക്ക് മൊബൈൽ എല്ലാവരും കൊണ്ടു നടക്കുന്നതാണ്. ഏറ്റവും ബെസ്റ്റ് ഒരു സ്റ്റെപ്പ് ഞാൻ സാർ വെച്ചിട്ടുള്ളത്. എന്തായാലും ഈ ന്യൂ ജനറേഷൻ എപ്പോഴും മൊബൈലിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നല്ല ഒരു കാര്യത്തിലേക്കായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് എല്ലാ ആശംസകളും നേരുന്നു. എല്ലാവർക്കും വളരെ നന്ദി. ഓക്കെ, നമ്മുടെ വിൻമാസ്റ്റർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ്റെ ഒരു ചെറിയ ഒരു രൂപം നമുക്ക് സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും. ആ ഒരു ഫംഗ്ഷനാണ് ഇപ്പോൾ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടുകൂടെ ഞാനത് ലോഞ്ച് ചെയ്തതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.